സംഘവുമായി സ്പേസ് എക്സിന്റെ ക്രൂ 11 ഡ്രാഗൺ പേടകം ഭൂമിയിലെത്തി. സംഘാംഗങ്ങളെ റിക്കവറി ബോട്ടിലെത്തിച്ചു. ഫെബ്രുവരിയിൽ മടങ്ങാനിരുന്ന സംഘത്തിന്റെ ദൌത്യം നേരത്തെയാക്കിയതിൽ ഒരു ബഹിരാകാശ യാത്രികൻ അസുഖബാധിതനായതിനെ തുടർന്നാണ്. ദിൽന മധുവാണ് സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിൽന, ISSന്റെ 4 നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശത്ത് നടക്കുന്ന ഒരു ജീവൻ രക്ഷാ ദൌത്യം, ഇത്തരത്തിലൊരു മെഡിക്കൽ എമർജൻസി ആദ്യമായിട്ടാണ്. അതിലെന്തായാലും 4 പേരും വിജയകരമായി പുറത്തെത്തി ഭൂമിയുടെ പ്രകാശത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. ദൗത്യം നാസയും സ്പേസ് എക്സും ചേർന്ന് സംയുക്തമായി വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന 4 അംഗ സംഘത്തെയും ആരോഗ്യമായി അവരുടെ പൂർണ്ണ സുരക്ഷിതരായി തന്നെ ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയിരിക്കുകയാണ്. സെന കാഡ്മാൻ, മൈക്ക് ഫിൻക്, കിമിയ യുയി, ഒലേഗ് പ്ലാറ്റനോവ്, ഈ 4 അംഗ സംഘം റഷ്യയും ജപ്പാനും അമേരിക്കയും ചേർന്നുള്ള ഒരു സംയുക്ത ബഹിരാകാശ പദ്ധതിയായിരുന്നു, ദൗത്യമായിരുന്നു ഈ ക്രൂ 11. അവർ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. അവർ അവരുടെ പരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിനിടയിലാണ് ഏതാണ്ട് ഒരാഴ്ച മുൻപ് അടിയന്തരമായ ചില സാഹചര്യം ഉണ്ടായതായി നാസ അറിയിക്കുന്നത്. അതിൽ സംഘത്തിലെ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ദൗത്യം പൂർത്തിയാകാതെ വേഗത്തിൽ തിരിച്ചിറക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് നാസ എത്തുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇങ്ങനെ ഒരു തിരച്ചിറക്കൽ പദ്ധതിയെക്കുറിച്ച് നാസ പറയുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 തന്നെ ഇവരെ തിരിച്ചിറക്കാനുള്ള ദൗത്യം പ്രക്രിയ ആരംഭിച്ചിരുന്നു. അൺഡോക്കിങ്ങിന് ശേഷം ഏതാണ്ട് 10 മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷമാണ് സംഘം ഏതാണ്ട് 2:11 പസഫിക് സമുദ്രത്തിൽ കടലിൽ ഇറങ്ങിയത്. അതിനുശേഷം 1 മണിക്കൂറോളം നീണ്ട റിക്കവറി പദ്ധതി വിജയകരമായി തന്നെ ആ പ്രക്രിയയും നാസ പൂർത്തിയാക്കിയിരിക്കുന്നു. 4 അംഗ സംഘത്തെയും പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ചിരിക്കുന്നു. ഇതിൽ ആർക്കാണ് അസുഖമെന്നോ എന്താണ് അസുഖമെന്നോ നാസ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആളുടെ ആരോഗ്യസ്ഥിതി അത് സ്റ്റേബിൾ ആണ്, പക്ഷേ എമർജൻസി ഉണ്ട് എന്നതാണ് നാസ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ബഹിരാകാശ നിലയത്തിലെ അപൂർവ ദൗത്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സയൻസ് ഡെസ്കിൽ നിന്ന് ദിൽന മധു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.